പെണ്ണ് ഒരു ക്ലൗണിന്റെ വേഷത്തിൽ ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ ഇരുന്ന് യാചിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവൾ പാവകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോലിക്കായി വരുന്നു. പക്ഷെ ആ കമ്പനിയുടെ ഓണർ അവളെ തട്ടിക്കൊണ്ടുപോയി ആർക്കും അറിയാത്ത കാടിനകത്തുള്ള ഒരു ബംഗ്ലാവിൽ അടച്ചു വെക്കുന്നു. ഓൾറെഡി 5 പേരെ അവിടെ തടവിലാക്കിയിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ അയാളുടെ മകൻ ഒരു അമ്മ ആവശ്യമാണെന്ന് പറഞ്ഞാണ് തട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെയുള്ള 6 പേരിൽ നിന്ന് ഒരാളെ മാത്രമാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കിയുള്ളവരെ അടുത്തുള്ള ഒരു കിണറ്റിലെറിയും. അവരെ സെലക്ട് ചെയ്യുന്നതിനായി ഒത്തിരി ടെസ്റ്റ് നടത്തുന്നു. അതിനു മുൻപ് വന്നവരെ അയാളുടെ മകന് ഇഷ്ടമായോ എന്ന് അറിയാനായി ഒരു ടെസ്റ്റ് നടത്തുന്നു. അതിനായാണ് ഈ പെണ്ണ് ആ കുട്ടിയോട് യാചിക്കുന്നത്. പക്ഷെ അവൻ എനിക്ക് ക്ലൗൺ വേഷം കെട്ടിയവരെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോകുന്നു. നോക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ ടോയ് കാർ തനിയെ മൂവ് ആകാൻ തുടങ്ങുന്നു. അത് കണ്ട് അവൻ ഷോക്ക് ആവുന്നു. അതിനുശേഷം അവൾക്ക് മാജിക് അറിയാമെന്ന് മനസ്സിലായതും അവൻ അവളെ ഇഷ്ടമാവുന്നു. പക്ഷെ അവന്റെ അച്ഛൻ നടത്തുന്ന ടെസ്റ്റിൽ പാസ്സായാൽ മാത്രമേ ജീവനോടെ ഇരിക്കാൻ പറ്റൂ. പിറ്റേ ദിവസം ഡൈനിങ് ടേബിൾ എങ്ങനെയാണ് വൃത്തിയായി സൂക്ഷിക്കേണ്ടതെന്ന് ടെസ്റ്റ് നടത്തുന്നു. ഇവൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ലെങ്കിലും ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെണ്ണിനെ നോക്കി അതുപോലെ ചെയ്യുന്നു. അത് മനസ്സിലാക്കി ആ പെണ്ണ് മനഃപൂർവ്വം അത് തെറ്റിച്ച് ചെയ്തിട്ട് അവസാന നിമിഷം മാറ്റി വിൻ ചെയ്യുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഇവളേക്കാൾ കുറഞ്ഞ പോയിന്റ് വാങ്ങി ഒരു ലേഡി തോറ്റിരുന്നു. അവസാനം നോക്കുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച് ഓരോരുത്തരും മരിക്കുന്നു. ഇവൾ അവന്റെ അമ്മയായി സെലക്ട് ആവുന്നു.